യാത് മാത്രമേ കണിയുണ്ടാവും. ഇന്ന് അവിടെ പോകുമ്പോ അയാൾ തള്ളക്കി വിളിക്കുന്ന ആദരാഞ്ജലികൾ. എന്തുമാത്രം ആൾക്കാർ മരിച്ചിരിക്കുന്നു. ഈ ഫോട്ടോയൊക്കെ ഇടണമെങ്കിൽ പത്രത്തിൽ ഒരുപാട് പൈസ ആവും. ബൈക്ക് അപകടം, കോളേജ് വിദ്യാർത്ഥി മരിച്ചു. അതാണ് ഞാൻ ഒരു ബൈക്ക് എടുക്കാത്തത്. ചരമകോളം വായിച്ചത് മതി. ലോട്ടറി ഭാഗ്യം വല്ലതും ഉണ്ടാന്ന് നോക്കാം. നീ എവിടെ കാണാൻ വിട്ട പരിചയ പോലെ പോണത്? അണ്ണാ പണിക്ക് പോകണ സമയം ഒരുപാടായി. എന്ന് 7:45 ഞാൻ അവിടെ പോയണം. അല്ലെങ്കിൽ കൺട്രാക്ട് വായിക്കുന്ന തെറി മൊത്തം വിളി. ആരെങ്കിലും പണിക്ക് പോകണ? അണ്ണാ പണിക്ക് പോയില്ല ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് ഉദാഹരണമാണ് ഞാൻ. എത്ര കാലമായി പണിക്ക് പോയിട്ട് നിനക്കറിയാം. അണ്ണൻ വേറെ ചെലവും കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. എനിക്കെന്നാ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാ ചെയ്ത് തീർക്കായി. നിനക്കാണെങ്കിൽ ഭാര്യയും മക്കളും ഇല്ല. എനിക്കാണെങ്കിൽ ഭാര്യയും 2 മക്കളും ഉണ്ട്. മനസ്സിലായില്ലേ? ഞാൻ എന്നിട്ട് ജോലിക്ക് പോകില്ല. നീ എന്തിണ്ടാ ജോലിക്ക് പോയി ഈ താടിയെ ഇല്ലാതായി കളയണത്? നിനക്കിപ്പോ ഒരു 40 വയസ്സ് വരുമെന്ന് തോന്നുന്നു. നീ ഇപ്പോഴേ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടാലേ ശ്വാസം മുട്ടും, എളുപ്പ് വേദന, നടുവേദന എന്നൊക്കെ പറഞ്ഞ് വല്ല മെഡിക്കൽ കോളേജിൽ ചെന്ന് നടക്കേണ്ടി വരും. അണ്ണാ ജോലി ചെയ്യും തോറും ആരോഗ്യം വന്നോണ്ടിരിക്കുവാണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഓ നിങ്ങളെ ജോലിക്ക് പോയ പ്രശ്നം തന്നെ അല്ലേ? എത്ര പേര് മെഡിക്കൽ കോളേജ് കിടക്കുന്നത് നിനക്കറിയാമോ? നീ ഒരു കാര്യം അസുഖം വരും. പിന്നെ എനിക്ക് പിന്നെ കൺട്രാക്ട് വഴക്ക് പറയണ. ഇവിടെ നിന്നെയൊക്കെ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തി കൺട്രാക്ടർമാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായത്. അല്ലാതെ ഇപ്പം ബംഗാളികളല്ലടാ പണിക്ക് പോണത്. മലയാളികൾ ആരെങ്കിലും പണിക്ക് പോണത്? അതിനാണ് എത്ര ജോലി ചെയ്ത അയാള് 900 200 അയാൾ എടുത്തിട്ട് പറയും അത് ചട്ടി വാങ്ങണം, നമ്മാട്ടി വാങ്ങണം, അതുകൊണ്ട് പൈസ പിടിക്കുമെന്ന്. അത് സംഭവം അണ്ണൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല. നീ ഇനി പണിക്ക് പോവല്. നീ ഇനി പോകണമെങ്കിൽ നീ വെറും പൊട്ടനാണ്. എങ്കിലും എനിക്കൊരു സംശയമാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ പണിക്ക് പോകാതെ ഈ മെയിൻറ്റെയിൻ ചെയ്യണം? എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടാണ്. അതൊക്കെ ഒന്നും പറയണ്ട. അതൊക്കെ ഒരു വലിയ കഥ. ഇതെന്താ ഇതെനിക്ക് ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ വേണ്ടി അമ്മ പൊതിഞ്ഞു തന്നത്. നീ ഇനിയിപ്പോ പണിക്കൊന്നും പോണില്ലല്ലോ. അതിനറേ പിന്നെ ഒരു 200 രൂപ ഉണ്ടെങ്കിൽ ഞാൻ 200 രൂപ ഉണ്ട്. അപ്പൊ ശരിയടേ. വലിയ ഉപകാരം. ഇന്ന് ജോലിക്കൊന്നും പോവാതെ കഞ്ഞീറൊന്നും കണ്ടിട്ട് ഈ ഐഡിയ ഒന്നും നിങ്ങൾ പറഞ്ഞു തന്നില്ലല്ല. എന്നാ ഇത്ര നാൾ ഒന്ന് കഷ്ടപ്പെടണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധി തന്നെ പ്രഭാരം. ഞാൻ പിന്നെ